നരിവേട്ട നമ്മുടെ സ്വന്തം ടൊവിനോ തോമസിന്റെ പുതിയതായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഞാൻ ഈ സിനിമ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫസ്റ്റ് ഡേ ഒരു ആലപ്പുഴ ട്രിപ്പ് കാരണം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് പോയിട്ട് കണ്ട്, പിന്നെ ഇന്നലെ രാത്രി തിരിച്ച് വന്ന് റിവ്യൂ ഇടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് എനിക്കറിയാം ഈ ഒരു റിവ്യൂ കുറച്ച് ലേറ്റ് ആണെന്ന്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടതോടെ ഇതിനെപ്പറ്റി എൻ്റെ ചാനൽ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി എന്നെനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്കറിയാം ഈ വീഡിയോന് എന്തൊക്കെ പോയാലും ഒരു മാക്സിമം ഒരു 20-25 മാക്സിമം ഒരു 30 വ്യൂസൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്ന് 1-2 ആൾക്കാർ പോലും ഞാൻ കാരണം ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരികയാണെങ്കിൽ അതെനിക്കൊരു വലിയ കാര്യം തന്നെയായിരിക്കും. കാരണം അത് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് നരിവേട്ട ഫീൽ ചെയ്തത്. നരിവേട്ട എന്നുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം ക്ലീഷേ ആയിട്ടുള്ള വളരെയധികം പ്രെഡിക്റ്റബിൾ എലമെൻറ്റ്സ് നിറഞ്ഞ, ഇതിനു മുന്നേ നമ്മൾ ഇതേ ടോപ്പിക്ക് കുറേ സിനിമകൾ സംസാരിക്കപ്പെടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമകളിലേക്കൊക്കെ ഒരു ഗംഭീര അഡീഷൻ ആയിട്ടാണ് എനിക്ക് നരിവേട്ട എന്നുള്ള സിനിമ ഫീൽ ചെയ്തത്. വളരെയധികം ഇമോഷണലി ഹിറ്റ് ചെയ്യുന്ന സീനുകൾ നിറഞ്ഞ, ഗംഭീര പ്രകടനങ്ങളും ഗംഭീര മേക്കിങ്ങും ഗംഭീര മ്യൂസിക്കും നിറഞ്ഞ ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് നരിവേട്ട. ആദ്യം പെർഫോമൻസുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടൊവിനോ തോമസ് തന്നെ തുടങ്ങാം. അദ്ദേഹം ഓരോ സിനിമയിലൂടെയും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ റോളുകളും അദ്ദേഹം സെലക്ട് ചെയ്യുന്ന വളരെയധികം വ്യത്യസ്തമായതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ സിനിമ ഐഡൻറ്റിറ്റീനെ എടുത്ത് നോക്കിയാൽ എനിക്ക് പേഴ്സണലി ഞാൻ തിയേറ്ററിൽ എൻജോയ് ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു ഐഡൻറ്റിറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ റോളിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഇതുവരെയും ചെയ്യാത്തൊരു ടൈപ്പ് റോളായിരുന്നു. അദ്ദേഹം അത് കിടിലനായിട്ട് തന്നെ ചെയ്തു വെച്ചു എന്നാണ് എൻ്റെ ഒരു ഫീലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും അതേ ഒപ്പീനിയനാണ്. അദ്ദേഹം യൂഷ്വലി ചെയ്യാത്തൊരു ടൈപ്പ് റോളാണ്. വളരെയധികം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു റോളിൽ നിന്നും വളരെ ഒരു റിഡംഷൻ ആർക്ക് നേടിയെടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയത്തേത്. അത് അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സുരാജേട്ടനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. സുരാജേട്ടൻ ഓരോ സിനിമയിലും ഇപ്പോൾ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും. വളരെ ചെറിയ സ്ക്രീൻ ടൈം ആണെങ്കിൽ പോലും വളരെയധികം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ചേരൻ എന്നുള്ള നടൻ, അദ്ദേഹം കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അഗൈൻ സ്ക്രീൻ ടൈം കുറവാണ്, പക്ഷേ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ആര്യ സലീം ആണെങ്കിലും പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഈ സിനിമയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും കിട്ടിയ റോള് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആരും മോശമാക്കിയിട്ടില്ല. അതുപോലെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ ഇത്. DOP ചെയ്തിരിക്കുന്ന വിജയ് എന്ന് പറഞ്ഞ ഒരു അണ്ണനും നമ്മുടെ എഡിറ്റർ നമ്മുടെ സ്വന്തം ഷമീർ മുഹമ്മദാണ്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എഡിറ്റിംഗ് ഒക്കെ വേറെ ലെവലായിരുന്നു. അതുപോലെ പടത്തിലത്തെ ഫ്രെയിമുകളിലേക്ക് വരുമ്പോൾ വിഷ്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ കുറേ ബേർഡ്സ് ഐ വ്യൂ ഷോട്ട്സ് ഉണ്ട്. അഥവാ ടോപ്പ് ആംഗിളിൽ നിന്ന് എടുത്ത ഷോട്ട്സ്. അത് ഈ ഒരു പടത്തിൻ്റെ സ്കെയില് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിപ്പിക്കാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ ആ ഒരു ഷോട്ട് ടോപ്പ് ആംഗിളിൽ നിന്ന് ബേർഡ്സ് ഐ വ്യൂ എന്ന് കാണുമ്പോൾ അത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു മാൻ. അതുപോലെ കളർ ഗ്രേഡിംഗ് വർക്കും വേറെ ലെവലായിരുന്നു, ഒന്നും പറയാനില്ല. വിഷ്വലി ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റും വളരെ നല്ല വർക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ 4K ലേസർ പ്രൊജക്ഷനിൽ അറ്റ്മോസ് സൗണ്ടിലൊക്കെ ഇരുന്ന് കാണാനായിരുന്നു പ്ലാൻ ചെയ്ത്. പക്ഷേ അവസാന മൊമെൻറ്റിൽ ഒരു ചേഞ്ച് വരുത്തി അടുത്തുള്ളൊരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. നിങ്ങൾ ഈ സിനിമ ഞാൻ ചെയ്ത പോലെ മണ്ടത്തരം കാണിക്കരുത്. പടം കാണുകയാണെങ്കിൽ നല്ലൊരു മിനിമം ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ തന്നെ കാണാം. കാരണം അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും, ഞാൻ ഉറപ്പ് തരാം. ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു പടം മേക്കിംഗ് വൈസ്. അതുപോലെ തന്നെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോൾ തന്നെ എടുത്തു പറയണം ജേക്സ് ബിജോയ് അണ്ണൻ്റെ മ്യൂസിക്. എൻ്റെ പൊന്നോ, വേറെ ലെവൽ വർക്ക്. കേൾക്കാൻ നല്ല രസമുള്ള പാട്ടുകളും നമ്മളെ ഓരോ സീനിനെയും അടുത്ത ലെവലിലേക്ക് എലവേറ്റ് ചെയ്യുന്ന വേറെ ലെവൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ജേക്സ് ബിജോയ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ചില സീൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം എലവേറ്റ് നടക്കുകയാണ്. അല്ലാണ്ട് ആ സീനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പകുതി വർക്കും അതാണ് ചെയ്തത് എന്ന് തന്നെ ഞാൻ പറയാൻ തരാം. ഈ സിനിമയിലെ സ്റ്റാറുകളിൽ നിന്ന് ഒരു സ്റ്റാർ എന്തായാലും നമ്മുടെ സ്വന്തം ജേക്സ് ബിജോയ് അണ്ണൻ തന്നെയായിരിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഈ പടത്തിൽ കുറേ ഗംഭീര മൊമെൻറ്റ്സ് ഉണ്ട്. അഥവാ ഇമോഷണലി വളരെ പവർഫുൾ ആയില്ല, അല്ലെങ്കിൽ ഇമോഷണലി മനസ്സിൽ വളരെയധികം തട്ടുന്ന കുറേ സീനുകളുണ്ട്. അതിന് കുറേ സീനുകളൊക്കെ സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ സീനാണ്, പക്ഷേ സിമ്പിൾ ബട്ട് എഫക്റ്റീവ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആയിരിക്കും ആ സീനുകളൊക്കെ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു സീനുണ്ട് ഈ പടത്തിൽ, കലാപത്തിൻ്റെ ഒരു സീൻ. അതൊരു വലിയൊരു സ്പോയിലറൊന്നും അല്ല, കാരണം ഈ ഒരു സിനിമ മുത്തങ്ങ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓർ ഇൻസ്പയർഡ് ആയിട്ടാണ്. അത് അതേപോലെ അവർ എടുത്തു വെച്ചിട്ടില്ല. അതിൽ കുറേ സിനിമാറ്റിക് എലമെൻസ് ഒക്കെ ആഡ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഈ സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട്. അത് അഗൈൻ ആ ഒരു പൊളിറ്റിക്സ് നമുക്ക് ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. വളരെ നാച്ചുറലായിട്ട് തന്നെ ആ ഒരു ഇൻസിഡൻറ്റിലൂടെ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഗംഭീര രീതിയിൽ തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ പടത്തിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് എബിൻ ജോസഫാണ്. നല്ല രീതിയിൽ തന്നെ ഈ പടം എഴുതിയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പറഞ്ഞു വന്നത് കലാപത്തിൻ്റെ സീനെ പറ്റിയിട്ട്. ഈസിലി ഈ പടത്തിൻ്റെ ബെസ്റ്റ് സീൻ എന്ന് പറയുന്ന ആ ഒരു കലാപത്തിൻ്റെ സീനാണ്. അതിൽ ടൊവിനോ എന്നുള്ള നടൻ്റെ പെർഫോമൻസും മേക്കിംഗ് വൈസും മ്യൂസിക് വൈസും പടം പീക്ക് അടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും.
വേറെ ലെവലിൽ ഇമോഷണലി വളരെ പവർഫുൾ ആയിട്ട് മനസ്സിൽ തട്ടുന്ന ഒരു സീന് തന്നെയായിരുന്നു. അതൊരു ഒരു ഒന്നൊന്നര സീൻ തന്നെ. ആ സീനിന് വേണ്ടി നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കാണും എന്ന് വരെ ഞാൻ പറയാൻ തരാം. ഈ പടത്തിൽ നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഗ്രിപ്പ് വിട്ട പോലെ ഫീൽ ചെയ്തു. അഥവാ ഇൻ്റർവെല്ലിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പോയിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. നമുക്ക് കൈൻഡ് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് സെക്കൻഡ് ഹാഫിൽ നടക്കാൻ പോകുന്നത്. ബട്ട് നമ്മുടെ മനസ്സിലായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും തന്നെ ആയിരിക്കും നടക്കുക എന്നുള്ളത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രതീക്ഷ സാധനം തന്നെയാണ് സിനിമയിൽ നടക്കാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ പടം കുറച്ചും കൂടി സമയം എടുത്തിട്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് ഒരു പോയിന്റ് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായി ഒന്ന് ഗ്രിപ്പ് വിട്ടുപോയി തുടക്കത്തിൽ കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ വളരെയധികം ക്ലീശയുള്ള ഒരു പടമാണ്. ഒരു രീതിയിലുള്ള പുതുമ ഈ പടത്തിലില്ല. ഇതിനു മുന്നേ കുറേ ഇതേ സ്റ്റൈലിൽ ഇതേ രീതിയിൽ ഇതേ സാധനം സംസാരിച്ച സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പടം വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇൻ്റർവെൽ ആയപ്പോൾ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് അത് കൊണ്ട് ഈ ഒരു സിനിമ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് തന്നെ. കാരണം ഈ ഒരു സിനിമയിൽ ഒരു രീതിയിലുള്ളൊരു സർപ്രൈസ് എലമെൻറ്റും നിങ്ങൾ പ്രതീക്ഷ വേണ്ട. കാരണം അങ്ങനെയൊന്നും ഈ പടത്തിലില്ല. ബട്ട് ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ടോട്ടാലിറ്റിയിൽ എനിക്കൊരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് നരിവേട്ട ഫീൽ ചെയ്തത്. വളരെ ഇമോഷണലി പവർഫുൾ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണ് ഞാൻ പറയാൻ തയ്യാറാണ്. ആൻഡ് എന്നെ പോലെ പൊട്ടത്തരം കാണിക്കും മിനിമം ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെന്തായാലും കുറേ പേര് എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.